منكم السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا تقبل منا إنك أنت السميع العليم صدق الله مولانا الكريم ബഹുമാനികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പുണ്യമായ സന്തോഷത്തിൻ്റെ വേളയിൽ നാം ഒരുമിച്ച് കൂടിയത് റബ്ബ് തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഒരു മാസത്തോളം നീണ്ടുനിന്ന പരിശുദ്ധ റമളാനിലെ ശ്രേഷ്ഠമായ നോമ്പും രാത്രിയിലുള്ള നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും ദിക്റുകളും സ്വതക്കകളും ദാനധർമ്മങ്ങളുമായി ഒരുപാട് പുണ്യം ചെയ്ത ഒരു മാസമാണ് നമ്മിൽ നിന്ന് കടന്നുപോയത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അമൽ ചെയ്യുക എന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, കൃഷി ചെയ്യുന്നതിലേറെ പ്രധാനം കൊയ്യേണ്ട സമയത്ത് കേടുകൂടാതെ കൊയ്തെടുക്കുക എന്നതാണെന്ന് പറഞ്ഞതുപോലെ ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. ചെറിയ കാര്യമല്ല, അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സ്വീകരിക്കപ്പെടുക. അമൽ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഒരുപാട് നിസ്കാരക്കാർ, ഒരുപാട് തറാവീകാർ, ഒരുപാട് നോമ്പുകാർ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോമ്പുകാർ, ഒരുപാട് ആളുകൾ നോമ്പിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ നോമ്പുകാരാണ്. അതേപോലെ നിസ്കാരക്കാരും, ഒരുപാട് നിസ്കാരക്കാരൊക്കെ ലോകത്തുണ്ടായിരുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കപ്പെടുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പൊന്നാര മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയിട്ട് വളരെ പാടുപെട്ടിട്ട് കഅബാലയം പടുത്തുയർത്തി. കഅബാലയം പടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഅബയിൽ ചെന്നാൽ നമുക്കത് കാണാലോ, മൂപ്പര് പടുത്തുയർത്തിയത്. ചെറിയ ഒരു ഉയരത്തിലല്ലല്ലോ അതുള്ളത്, ഒരുപാട് ഉയരത്തിലാണ് ഉള്ളത്. അത് മുഴുവൻ കരിങ്കല്ലാണ്. ആ കരിങ്കല്ല് ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം. ഏതാവട്ടെ, അതൊക്കെ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അല്ലാഹു തആല ഖിയാമത്ത് വരെ അവർക്ക് ആ പ്രതിഫലം നൽകുകയും ചെയ്യും. അല്ലാഹു അവരുടെ പദവി ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കഅബം പടുത്തുയർത്തിയിട്ട് ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആൻ പല പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ചിട്ടുള്ള ആ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അവർ നടത്തിയ ദുആ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതാവണം. സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞത് അല്ലാഹു തആല നിശ്ചയിച്ച ഷർത്തുകള്, ഫറളുകള്, സുന്നത്തുകള്, അത് ഒഴിവാക്കേണ്ട ഹറാമുകള്, കറാഹത്തുകള്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അമൽ ചെയ്യുമ്പോഴാണ് ഒരു നിസ്കാരം സ്വീകരിക്കപ്പെടുക, നോമ്പ് സ്വീകരിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ്. അല്ലാതെ നമ്മളെല്ലാ തോന്നിയാസവും കാട്ടിയിട്ട് ഷർത്തും ഫറളുകളൊന്നും പാലിക്കപ്പെടാതെ ഒരു നിയമങ്ങളും പാലിക്കാതെ വെറുതെ അങ്ങോട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എല്ലാവരും കാട്ടുന്നു ഞാനും കാട്ടുന്നു എന്ന നിലയിൽ നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന് ദുആർക്കുകയും ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടുമോ? ഒരിക്കലും ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. അതേപോലെ നോമ്പ് നോറ്റു, ആ നോമ്പിന്റെ ഷർത്തുകൾക്കും ഫറളുകൾക്കോ സുന്നത്തുകൾക്കോ അല്ലെങ്കിൽ കറാഹത്തുകൾക്കോ യാതൊരു പരിഗണനയും നൽകാതെ അവൻ വെറുതെ രാവും പകലുമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പട്ടിണി കിടന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൂട്ടി. എന്നാൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടാൻ റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് ദ്വാരന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഹജ്ജ്, അതുപോലെ തന്നെയാണ് സ്വതക്കകളൊക്കെ, അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും. സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷർത്തുകൾ പാലിക്കപ്പെടണം, അതിൻ്റെ ഉപാധികൾ പാലിക്കപ്പെടണം, അതിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടണം, അതിൽ കറാഹത്തുകൾ വരാതിരിക്കണം. അതിൽ അല്ലാഹുവും അവന്റെ പ്രവാചകരും ഇബാദത്തിന്റെ ഇത്തിബാ, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ അത് ചെയ്തത്? ഇത്തിബാ ആണ് ഇബാദത്തുകളുടെ മർമ്മം. ആ ഇത്തിബാ നഷ്ടപ്പെട്ട ഏത് ഇബാദത്തും നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പരിശുദ്ധ
ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, തഅമായ രീബുക ഇല മാലായ രീബുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു മാനദണ്ഡം ഒറ്റ വാക്കിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ദഅമായ രീബുക, നിന്റെ മനസ്സിൽ ഇത് ശരിയാവോ ശരിയാകൂലയോ എന്ന് അങ്കലാപ്പുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ഉപേക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ദഅമായ രീബുക, അത് ശരിയാവോ ശരിയാവൂലയോ എന്നൊരു ഇബാദത്തിന്റെ കാര്യത്തിൽ സംശയം വന്നാൽ, കുറെ മൗലവിമാര് പറയണു ആ നിസ്കാരം ശരിയാവൂല, കുറെ മൗലവിമാര് പറയുന്നു അങ്ങനെ നിസ്കരിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ സംശയമായി, ഇത് ശരിയാവോ ശരിയാവൂലയോ. അവിടെ റസൂലുള്ള പറഞ്ഞു നമ്മളോട് എന്താ, ദഅമായ രീബുക, നിന്റെ മനസ്സിൽ സംശയം വന്നില്ലേ, ഇനി അത് ഉപേക്ഷിക്കണം. ആ അമല് നീ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തിട്ട് ഇനി കാര്യമില്ല. ഇല മാലായ രീബുക, എന്തിനാ നീ അതിന് അങ്ങനെ ചെയ്യുന്നത്? നിനക്ക് ഉറപ്പായിട്ടും ശരിയാകുമെന്നുള്ള ഒരു ഇബാദത്ത് ഇപ്പുറത്തുണ്ടല്ലോ. ആ ഇബാദത്ത് നിനക്ക് ചെയ്താൽ പോരെ, അങ്ങനെ ജുമാ നിസ്കരിച്ചാ പോരെ, അങ്ങനെയുള്ള ഇബാദത്തല്ലേ ശരിയാകൂ എന്നല്ല മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. ഫാസിദാകും, കേടുവരും എന്ന അഭിപ്രായമുള്ള, ശരിയാകൂല എന്ന് അങ്ങനെ നിസ്കരിച്ചാൽ ശരിയാകൂല എന്ന അഭിപ്രായമുള്ള ഒരു ഇബാദത്ത് ഒരാൾ ചെയ്താൽ ആ ഇബാദത്തിന് കൂലി കിട്ടൂല എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം, ശരിയാകൂല എന്നുള്ളതല്ല പ്രശ്നം, അത് ഹറാമാണ്. എന്താ, ഫാസിദായ ഇബാദത്തുമായി കെട്ടുപെടലാണ്. അതായത് നിസ്കാരം നല്ല പുണ്യമുള്ള കാര്യമാണ്, എന്നാൽ 2 റക്അത്താണ് നിസ്കരിക്കുക, നല്ല കാര്യമല്ലേ. പക്ഷെ ഒന്നുമില്ല, ഈ ഒന്നുമില്ലാത്തവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താ? ഷെർത്തില്ല, അവിടെ ഒരു ഷെർത്ത് നഷ്ടപ്പെട്ടു. നിസ്കാരത്തിന്റെ ഷെർത്താണ് ഒന്നുണ്ടാകുക എന്ന് പറഞ്ഞത്. ആ ഷെർത്ത് നഷ്ടപ്പെട്ടതോടുകൂടെ എന്തായി? അവൻ ചെയ്തത് ഹറാമാണ്. ആ നിസ്കാരത്തിന് കൂലി കിട്ടൂല എന്നല്ല, ശിക്ഷ കിട്ടുമെന്നായി പറയുന്നത്. ഇതുപോലെയാണ് ഷെർത്ത് നഷ്ടപ്പെടുന്ന ജുമാ അല്ലെങ്കിൽ ജമാഅത്ത് അല്ലെങ്കിൽ തറാവീഹ്, എത്രയോ ഏത് ഇബാദത്ത് പരിശോധിച്ച് നോക്കിയാലോ അവസ്ഥ അതാണ്. നമ്മളൊക്കെ ആലോചിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാകാലോ, ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ നിലവാരം ആ നിലയിൽ ഇബാദത്തുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാതെ, അല്ലെങ്കിൽ അമലുകൾ എങ്ങനെ ആവണമെന്നതിന് യാതൊരു നിയമവും യാതൊരു അടിസ്ഥാനവും പരിഗണിക്കപ്പെടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവസാനം ദ്വാരക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ അമല് നീ സ്വീകരിക്കണേ, ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ, ഞങ്ങളുടെ ജുമാ സ്വീകരിക്കണേ, ഞങ്ങളുടെ തറാവീഹ് സ്വീകരിക്കണേ. ഈ ദുആയ്ക്ക് എന്ത് ഫലം കിട്ടുക? ഇതാ നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അവിടെ അർത്ഥവത്താകുന്നത്, സാർത്ഥകമാകുന്നത് ഇവിടെയാണ്. തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമല് സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ഷെർത്തുകളൊക്കെ പാലിക്കപ്പെടുന്ന അമലുകളാവണം. ഷെർത്ത് പാലിക്കപ്പെടാത്ത ഒരു അമലും സ്വീകരിക്കപ്പെടൂല എന്നല്ല, ആ നിക്കാരത്തിന്റെ പേരിൽ നമ്മൾ നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും. വൈലുല്ലിൽ മുസല്ലീൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നരകം അത് മുസല്ലീന, നിക്കരിക്കുന്നവർക്കുള്ളതാണ്. നിക്കരിക്കാത്തവർക്ക് നല്ലല്ലോ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നിക്കരിക്കുന്നുണ്ട്, പക്ഷെ ഷെർത്തുകൾ പാലിക്കപ്പെടുന്നില്ല, മര്യാദകൾ പാലിക്കപ്പെടുന്നില്ല, അതിന്റെ അദബുകൾ പാലിക്കപ്പെടുന്നില്ല, അതിന്റെ ഇത്തിബാഗ് പരിഗണിക്കപ്പെടുന്നില്ല. ആ നിക്കാരത്തിന് എന്ത് കൂലിയ കിട്ടുക? ആ നിക്കാരം ശരിയാവോ? ആ നോമ്പ് ശരിയാവോ? ആ തറാവീഹ് ശരിയാവോ? നമ്മളൊക്കെ ആലോചിക്കണം. ആർക്കും ഇതിലൊന്നും ഒരു ശ്രദ്ധയൊന്നുമില്ല. മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നിസ്കാരത്തിന് സ്പീഡ് പോരാ ഉസ്താദ്, ഇഞ്ഞ് സ്പീഡ് എന്ന് പറയും എല്ലാ ദിവസവും ഓരോരുത്തർ. അപ്പം ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, അപ്പം നിങ്ങൾക്കൊരു ഫാത്തിഹ ഓതണ്ടേ? നമ്മൾ ഷാഫി മദ്ഹബുകാരല്ലേ, ഹനഫികളാണെങ്കിൽ പിന്നെ ഫാത്തിഹ ഓതലേ ഹറാമാ. അങ്ങനെ ഹനഫികൾക്ക് തറാവീഹിലും മറ്റൊക്കെ, തറാവീഹിലല്ല ജുമായ്ക്കും, ഇമാമിന്റെ ഫാത്തിഹ കേൾക്കുന്നുണ്ടെങ്കിൽ ഹനഫികൾക്ക് ഫാത്തിഹ ഓതൽ ഹറാമാണ്. തഹരീമിന്റെ ഖറാഅത്ത് എന്ന് പറയും, പക്ഷെ ഹറാമാണ്. നമ്മുടെ ഷാഫി മദ്ഹബിലെ ഉസൂലല്ല, ഹറാമാണ്. കുറ്റം കിട്ടുന്ന തെറ്റാണ് ഫാത്തിഹ ഓതുക എന്ന് പറഞ്ഞാൽ. ആർക്ക്? ഹനഫികൾക്ക്. ഷാഫികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ റസൂല് പറഞ്ഞ്, മല്ലം യഖറഅ ബി ഫാത്തിഹത്തിൽ കിതാബി ലം യുസല്ലി, ഫാത്തിഹ ഓതാതെ നിക്കരിച്ചവൻ നിക്കരിച്ചിട്ടില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നമുക്ക് ഫാത്തിഹ നിർബന്ധമാണ്, ഫാത്തിഹ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പലരോട് ചോദിച്ചു, നീ ഫാത്തിഹ ഒന്ന് ഓതണ്ടേ? നമ്മൾ ഷാഫി മദ്ഹബുകാരല്ലേ, ഒരു ഫാത്തിഹ ഓതാനുള്ള സമയം എനിക്ക് കിട്ടണ്ടേ? അതിന് ഉസ്താദ് ഓതുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ ഞങ്ങളെന്തിനാ അതിന് മെനക്കെടാൻ നിൽക്കുന്നത്? അപ്പം എന്നോട് നേരിട്ട് പറഞ്ഞ പേരൊക്കെ ഓർമ്മ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സു ആഫിയത്ത് ഹിദായത്തൊക്കെ കൊടുക്കട്ടെ. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഉസ്താദ് ഓതുന്നുണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളെന്തിനാ ഇപ്പൊ മെനക്കെട്ട് ഓതാൻ നിൽക്കുന്നത്? ഇതാ ഇപ്പൊ തറാവീയിൽ 20 റക്അത്തിനും പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ നിക്കാരത്തിന്റെ കോലാത്
എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കുക, ഞാൻ ആകെ ഈ റമദാനിൽ അങ്ങനെ ഒരു ജമാഅത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. തറാവി അല്ല, ഒരു നിക്കാരത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. നോക്കുമ്പോൾ മോലിയർക്ക് പാദ്യം ഓതാൻ അറിഞ്ഞുകൂടാ. വലിയ മോലിയരാ, പാദ്യം മുഴുവൻ തെറ്റാ. ആലോചിച്ച് നോക്കണം, നമ്മളുടെ അവസ്ഥ ഇതാണ്. നമ്മൾ തുടരുന്നത് അങ്ങനത്തെ മോലിയരാ. ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഒന്നെങ്കിൽ ജമാഅത്തോ മുജാഹിദോ, അവ മുബ്തദിയാണ്, അവനെ തുടരാൻ പാടില്ല, കറാഹത്താണ്. പിന്നെ ചില ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പിന്നെ ആരാ, സുന്നി മോലിയരായി ആയിരിക്കും, പക്ഷെ ആള് ഫാസിക്ക, ഫിസ്കുള്ളവനാണ്. അവനെ തുടരലും മുജാഹിദിനെ തുടരും പോലെ തന്നെയാ ഫാസിഖിനെ തുടരലും. സുന്നി മോലിയരായിട്ട് എന്താ കാര്യം? ഫാസിഖിനെയും തുടർന്ന ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അല്ലെങ്കിൽ പിന്നെ ഉള്ളവർ ഇങ്ങനെ വല്ലവരാ, ഫാത്തിയില്ല, സെർത്തുമില്ല, പറന്നുമില്ല, യാതൊരു ശ്രദ്ധയില്ല, നഴുതുമില്ല. അല്ല കാക്കട്ടെ. ഇതെന്തുകൊണ്ടാ സംഭവിക്കണം? അവരുടെ കുറ്റമല്ല ഇത് ഇസ്ലാം നശിക്കണം എന്നതിന്റെ കുറ്റമാണ്. ഇസ്ലാം ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു പോകുന്നു എന്നതാണ് ഇതിന്റെ കുറ്റം. നഴുതുമില്ല, അല്ല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് മുഴുവൻ അള്ളാഹുവിനുള്ള അമലുകളായി മാറണമെങ്കിൽ ഷർത്തുകൾ പാലിക്കപ്പെടണം, അതിന്റെ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണം. അല്ല അത് വെറുതെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളെ ഈമാൻ ഇന്നമായ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കും ആരിൽ നിന്ന്? മുത്തക്കികളിൽ നിന്ന്. ഒരാൾ മുത്തക്കിയാകണമെങ്കിൽ എന്താവണം? യഥാർത്ഥ മുഅ്മിനാകുക എന്നതാണ് മുത്തക്കിയാകുക എന്ന് പറഞ്ഞാൽ. അതൊക്കെ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നതാകുക. അവൻ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാകുക. അതാ റസൂലുള്ള പറഞ്ഞു, മൻ അഹബ്ബലില്ലാ, അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക. എന്തിനാ നീ അവനെ സ്നേഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി. ഒന്നും അയാളുടെ അടുത്ത് കിട്ടിയിട്ടല്ല, തന്നിട്ടല്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. അപകടമില്ല, അള്ളാഹുവിന് വേണ്ടി അവനോട് ശത്രുവായി, അവനോട് വിരോധം വെച്ചു. അതേപോലെ വാഴ്ത്താലില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അവന് കൊടുത്തു. മനാലില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കാതിരിക്കാൻ ഞാൻ തടയുകയും ചെയ്തു, കൊടുത്തില്ല. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മുടെ അമലുകളൊക്കെ ലില്ലാ 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 എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഏത് അമൽ ചെയ്യുന്നതും അള്ളാഹുവിന് വേണ്ടിയാകണം. അപ്പോഴേ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടും. ആ ഇഖ്ലാസും ആ ഈമാനൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ദ്വാരക്കുക, അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ റമദാനിൽ ചെയ്ത അമലുകളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണമേ തമ്പുരാനെ. പാപങ്ങൾ പുറത്തു തരണമേ തമ്പുരാനെ. ഈ റമദാനിന്റെ ശേഷം ഇനി ഒരു റമദാനിലേക്ക് ഞങ്ങളെ നീ ആയുസ് ദീർഘിപ്പിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ നീ മരിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ, ഇഷ്ടക്കാരെ, കുടുംബക്കാർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമലുകളിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീന വലി ഉമ്മഹാത്തിന വലിയ